ഹലോ ഗൈസ് ആൻഡ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ടോട് പോയി. ഒന്നുമില്ല അന്ന രാജൻ. ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും അവൾ തന്നെ, ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും അവൾ തന്നെ. ഇപ്പം ഞാൻ നോക്കാറില്ല ഇൻസ്റ്റാഗ്രാമൊന്നും. അതായത് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് അവൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ ഇരുന്ന് കണ്ടാൽ മതി, പിന്നെ അവളുടേത് തന്നെ മൊത്തം വരുന്നത്. ആറ്റുകാൽ പൊങ്കാല എന്നൊരു സംഭവം. അതായത് ഇവളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറേ ജന്മങ്ങൾ, അതങ്ങനെ കുറേ നമ്മൾ മറയ്ക്കേണ്ട സാധനങ്ങൾ മറയ്ക്കുക പൊതുവേദിയിൽ വരുമ്പോഴത്തേക്ക്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോഴത്തേക്ക് സെലിബ്രിറ്റീസിൻ്റെ കുത്തൊഴുക്കാണ്. അത് ഒരു അമ്പലത്തിലും ഇല്ല ഇങ്ങനൊരു ഒഴുക്ക്. ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്രയും വലിയൊരു വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ ഇവരെ മാത്രമല്ല വരുന്ന ഒരുപാട് സാധാരണക്കാരുടെ ആൾക്കാരും വരും. അപ്പോഴും ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് മീഡിയ വരും, അല്ലെങ്കിൽ പോലും ഓൺലൈൻ ചാനൽ അല്ലെങ്കിൽ പോലും കുറേ സാധാരണക്കാർ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വസ്തുതരണം ഇവരൊക്കെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ഇതിനെപ്പറ്റി സംസാരങ്ങളാവും. അതുകൊണ്ട് അവളെ കണ്ടില്ലേ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതലും അമ്മമാരാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. പെണ്ണുങ്ങളാണ് കൂടുതലും സംസാരിക്കുന്നത്. ആണുങ്ങൾ കണ്ട അപ്പോഴങ്ങ് വിടും, അല്ലെങ്കിൽ ആണുങ്ങൾ കണ്ട് അങ്ങ് സൂഹിക്കും, അല്ലെങ്കിൽ വിടും, അത്ര തന്നെ. കാരണം ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു ബെനിഫിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇവിടെയൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തത് തന്നെ, കാര്യം ശരിയാണ്. പിന്നെ ഇതൊക്കെ വന്ന് കിടന്ന് മാപ്പ് പറയുമ്പോഴത്തേക്കാണ് ഇതൊക്കെ കലി കയറുന്നത് നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക്. ആറ്റുകാൽ പൊങ്കാലക്കിടെ തന്റെ ചിത്രങ്ങളും വീഡിയോകളും മോശം രീതിയിൽ പ്രചരിപ്പിച്ചെന്ന നടി അന്ന രാജൻ പരാതിപ്പെടുകയാണ്. തികഞ്ഞ ഭക്തിയോടെയാണ് പൊങ്കാലയ്ക്ക് എത്തിയത്. തന്റെ വസ്ത്രധാരണം ഏതെങ്കിലും രീതിയിൽ വിശ്വാസികളെ വേദനിപ്പിച്ചെങ്കിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്ന് നടി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. അതായത് വന്ന് കിടന്നിട്ട് നിങ്ങൾക്കുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനാൽ കോട്ടം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാപ്പ്, അല്ലെങ്കിൽ എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറയുന്നത് വെറും ഫൂളിഷ്നെസ് ആണ്, അല്ലെങ്കിൽ മെച്യൂരിറ്റി ഇല്ലായ്മയാണ് എന്ന് പറയാൻ പറ്റും. അപ്പോഴും മാധവൻ ഇതിനിടയ്ക്ക് ഇവളിങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങൾ ഏതോ ഒരു ചാനൽ വന്നിരുന്നിട്ട് മാപ്പ് ഇങ്ങനെ ഞാൻ സംസാരിച്ചതുപോലെ സംസാരിച്ചപ്പോഴത്തേക്ക് മാധവൻ ഇത് കണ്ടിട്ട് പറഞ്ഞ് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മെച്യൂരിറ്റി കാണിക്കേണ്ടത് വീഡിയോ എടുക്കാൻ വരുന്നവരാണ്, ഒരിക്കലും അല്ല. അവ എന്തൊരു പൊട്ടനാണെന്തോ. വീഡിയോ എടുക്കാൻ വരുന്നവരെന്താണ് മെച്യൂരിറ്റി കാണിക്കേണ്ടത്? അവർക്ക് തന്തയും തള്ളയും വിറ്റ് കഴിഞ്ഞാലും അവർക്ക് റീച്ച് മതി, അല്ലെങ്കിൽ ലൈക്ക് മതി. അപ്പോൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വസ്ത്രധാരണം ചെയ്യേണ്ടത് നമ്മളാണ്, അല്ലേ? എസ്പെഷ്യലി ഒരു പെണ്ണ്. ഇപ്പോൾ കാണിക്കേണ്ട ഭാവങ്ങൾ മാത്രം കാണിക്കല്ല. അവർ പറഞ്ഞതുപോലെ നമ്മൾ മനഃപൂർവ്വം കാണിക്കുന്നതിൽ അല്ല ഭംഗി. കാണാതിരിക്കാൻ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ശ്രമിച്ചിട്ടും പിന്നീട് ഒരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണൂലേ, അതാണ് ഭംഗി. അവർ പറഞ്ഞ കണക്ക്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇനി അപ്പോഴും മനഃപൂർവ്വമാണ് ഇതൊക്കെ. അവർക്ക് എന്താണ് അതാണ് ആരാണ്